നെല്ല് സംഭരണം വൈകുന്നതിൽ പാലക്കാട് ബി.ജെ.പി. കർഷക മോർച്ച പ്രതിഷേധം. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വായ മൂടിക്കെട്ടിക്കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. നെല്ല് സംഭരണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ബി.ജെ.പി. കർഷക മോർച്ച വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് വായ മൂടിക്കെട്ടിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറാണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അവിടേക്ക് എത്തുമെന്ന് മനസ്സിലാവുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ അവിടെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാനത്ത് നെല്ല് സംഭരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ടും യാതൊരു നടപടിയും ആവാത്ത പശ്ചാത്തലത്തിലാണ് ബി.ജെ.പി. കർഷക മോർച്ച വായ മൂടിക്കെട്ടിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. ഇപ്പോൾ തുലാവർഷം ശക്തമായി പെയ്യുകയാണ്. തുലാവർഷം ശക്തമായി പെയ്യുന്ന വേളയിലും കർഷകരാണെങ്കിൽ അവരുടെ കൊയ്തെടുത്ത നെല്ല് സൂക്ഷിച്ചു വെക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാർ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധം? പ്രത്യേകിച്ച് ഇപ്പോൾ കർഷകർ സമാനതകളില്ലാത്തൊരു ദുരിതമാണ് ജില്ലയിലും സംസ്ഥാനത്ത് ഒട്ടുക്കും അനുഭവിക്കുന്നത് അല്ലേ? 45 ദിവസമായി പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ചിട്ട് കർഷകരെ സ്വകാര്യ മില്ലുകൾക്ക് തുച്ഛമായിട്ടുള്ള തുകയ്ക്കാണ് നെല്ല് അവർ വിൽക്കുന്നത്. കാരണം ഇതുവരെ നെല്ല് സംഭരിക്കുന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മില്ലുകാരുടെ യോഗം ചേർന്നു. ആ യോഗം കഴിഞ്ഞ് 3 ദിവസമായി. ഇനിയും എന്ന് നെല്ല് സംഭരിക്കുന്നതിനെ സംബന്ധിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കോ കൃഷി വകുപ്പ് മന്ത്രിക്കോ പറയാൻ കഴിയുന്നില്ല, ഉദ്യോഗസ്ഥർക്കും പറയാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രി വലിയ പ്രഖ്യാപനം നടത്തി 30 രൂപയ്ക്ക് നെല്ല് സംഭരിക്കുന്നത്. ഒരു പോക്കറ്റടിക്കാരനെ പോലെയല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത്? പോക്കറ്റടിക്കാരൻ പോക്കറ്റടിച്ചതിൻ്റെ ഒരു വിഹിതം തിരിച്ചു കൊടുത്താൽ അത് മുതൽ നഷ്ടപ്പെട്ട ആൾക്ക് സമാധാനമാവോ? കർഷകൻ്റെ 8 രൂപ 80 പൈസയായിരുന്ന സംസ്ഥാന വിഹിതം അത് 5 രൂപയാക്കി കുറച്ച് കൊടുത്തുകൊണ്ട് ഇപ്പോൾ 99 പൈസ വർദ്ധിപ്പിച്ചിട്ട് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കർഷകരെ രക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കർഷകരോട് താല്പര്യമുണ്ടെങ്കിൽ 8 രൂപ 80 പൈസയെങ്കിലും പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. ഏറ്റവും അടുത്ത ദിവസം നെല്ല് സംഭരണം ആരംഭിക്കണം. പറഞ്ഞ വിലയെങ്കിലും കിട്ടണമെങ്കിൽ ആദ്യം നെല്ല് സംഭരിക്കാൻ ആരംഭിച്ചിട്ടില്ല. ഇത് മില്ലുകാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ്. ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ പാർട്ടി കാലാകാലങ്ങളായിട്ട് മില്ലുടമകളുമായിട്ടും സ്വകാര്യ നെല്ല് സംഭരിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒത്തുകച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കർഷകരുടെ നെല്ല് സംഭരിക്കാൻ ഇത്രയധികം ദിവസം വൈകുന്നത്. ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട്, വലിയ കൊള്ളയുണ്ട്. അതുതന്നെയാണ് ഈ നെല്ല് സംഭരണം ഇങ്ങനെ വൈകിപ്പിക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ട് മില്ലുകാരുമായിട്ട് ഉൾപ്പെടെയുള്ള ഒത്തുകളിയാണ് എന്നുള്ളതാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ നെല്ല് സംഭരണം നടത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ വേണം എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇതുവരെ, അതായത് മുൻപൊക്കെ നെല്ല് സംഭരണം വൈകിട്ടുണ്ടെങ്കിലും ഇത്രയുമേറെ കൊയ്ത്ത് പൂർത്തിയായിട്ടും ജില്ലയിൽ നെല്ല് സംഭരിക്കാത്ത ഒരു സാഹചര്യം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം പാലക്കാട് ജില്ലയിലെ കൊയ്ത്ത് ഏറെക്കുറെ 90% പൂർത്തിയായി കഴിഞ്ഞു. 90% കൊയ്ത്ത് പൂർത്തിയായിട്ടും നെല്ല് സംഭരിക്കാത്ത ഒരു അവസ്ഥ എന്നുള്ളത് ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അടുത്തിടെ 30 രൂപയാക്കിയിട്ട് നെല്ലിൻ്റെ സംഭരണ വില വർദ്ധിപ്പിച്ചതായി സർക്കാർ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയുണ്ടായി. പക്ഷേ ആ 30 രൂപ എന്നുള്ളത് നേരത്തെ 8 രൂപയിലധികം സംസ്ഥാനത്തിൻ്റെ പ്രോത്സാഹന വിഹിതം ഉണ്ടായിരുന്നു. അതിൽ നിന്നും കേന്ദ്രം വില വർദ്ധിപ്പിച്ചപ്പോൾ 3 രൂപയിലധികം സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. ആ വെട്ടിക്കുറച്ച തുകയിൽ നിന്നും 99 പൈസ തിരികെ നൽകുക മാത്രമാണ് സർക്കാർ ചെയ്തത്. അങ്ങനെ കർഷകരോട് വലിയ വഞ്ചനയാണ് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് എന്നുള്ളതാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഈ നെല്ല് സംഭരണം ഉടൻ തന്നെ ആരംഭിക്കണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കർഷകർ വായ മൂടിക്കെട്ടി പ്രതിഷേധിക്കുന്നത്.